അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധമായ മുഹറം നമ്മിലേക്ക് കടന്നു വരികയാണ്. മുഹറം മാസത്തിൻ്റെ മഹാത്മ്യങ്ങൾ ഒരിക്കലും പറഞ്ഞാൽ തീരുകയില്ല. അത്രമാത്രം മഹത്വങ്ങൾ നിറഞ്ഞ ഒരു മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നാം നടത്തിയോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ചിന്തിച്ച് നേരാംവണ്ണം മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി നിർവഹിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ആദ്യം തന്നെ വസിയ്യത്ത് ചെയ്യുകയാണ്. മുഹറം 1 വലിയ പ്രത്യേകതയുണ്ട്. മുഹറം 1 രാവിലും പകലിലും എഴുതേണ്ടുന്ന ബിസ്മിയെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരാമർശിച്ചിരുന്നു. എങ്ങനെ എഴുതണം, ഏത് രൂപത്തിലെഴുതണം, എപ്പോൾ എഴുതണം, എവിടെ ഇരുന്ന് എഴുതണം, ഓരോന്നും വ്യക്തമായി തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാം. കാണാത്തവർ അതും കാണണമെന്ന് ഉണർത്തുകയാണ്. മഹത്തായ ഒരു ആയത്ത് നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ. നിങ്ങൾക്കേറെ സുപരിചിതമായ ഒരു ആയത്താണത്. ഈ ആയത്ത് വിശുദ്ധമായ മുഹറം രാവിലോ പകലിലോ 360 തവണ നിങ്ങൾ പാരായണം ചെയ്താൽ പിശാചിൻ്റെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും 1 വർഷം നിങ്ങൾക്ക് കാവൽ ലഭിക്കുമെന്ന് മഹാനായ ഇമാം സൈനി ദഹ്ലാൻ റഹിമഹുല്ലയെ പോലെയുള്ള മഹത്തുക്കൾ പഠിപ്പിക്കുന്നത് കാണാം. ആ ആയത്ത് വളരെയേറെ ശ്രേഷ്ഠത നിറഞ്ഞൊരായത്താണ്. 360 തവണ കുറച്ച് നേരം കൊണ്ട് നമുക്ക് ഓതി തീർക്കാൻ പറ്റുന്ന വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആയത്താണത്. ആയത്തുൽ കുർസി. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. നമുക്കറിയാം ആയത്തുൽ കുർസി ഏറെ ശ്രേഷ്ഠതയുള്ള, പിശാചിനേറെ ഭയമുള്ള, പിശാച് വിരണ്ടോടുന്ന സുന്ദരമായ ഒരായത്താണെന്ന് വിശുദ്ധ ഹദീസുകളിൽ നിന്ന് വ്യക്തമായി നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരായത്ത്. വിശുദ്ധമായ മുഹറം 1 രാവിലോ പകലിലോ 360 തവണ കുടുംബത്തിലത് പാരായണം ചെയ്ത് നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ ഇണകളിൽ നിന്ന്, നമ്മുടെ കുട്ടികളിൽ നിന്ന്, നമ്മുടെ വാഹനങ്ങളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന്, നാമുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിൽ നിന്നും പിശാചിനെ വിരട്ടിയോടിക്കുക. അള്ളാഹു എല്ലാ പൈശാചികതയിൽ നിന്നും നമുക്ക് കാവൽ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിശുദ്ധമായ മുഹറം മാസം അനുകൂലമാകുന്ന മുഅ്മിനീങ്ങളിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.